ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ഇവിടെ ഇടുന്നത് ഞങ്ങളുടെ ഒരു ട്രിപ്പ് പോയ വീഡിയോ ആണ്. ഞങ്ങളുടെ ജോലി സ്ഥലത്തു നിന്ന് ഞങ്ങളെ ട്രിപ്പ് കൊണ്ടുപോയ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണേ. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ മൂന്നാറിൽ നല്ല മഴയുണ്ട്. മഴ എന്ന് പറഞ്ഞ് നേരിയതായിട്ടുള്ള മഴയാണ് ഉള്ളത്, പക്ഷേ നല്ല തണുവാണ്. അപ്പോൾ അവിടെ തീ കായാൻ വേണ്ടിയിട്ടുള്ള ഒരു തടിയൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ മഴയായതുകൊണ്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയിലൊന്നും കയറിയില്ല. അപ്പോൾ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാം, ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ എന്താ പറയുക, നല്ലൊരു തണവൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു അവിടെ. ചെറിയ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തണവുണ്ട്. അപ്പം നല്ല ചൂടിന് വേണ്ടിയിട്ടൊന്ന് വന്നത്. അതിനോട് തീയും കത്തിക്കുന്നത്, അതിനിടയ്ക്ക് തീയും കരികിലൊക്കെ വാരിട്ട് തീ കത്തിച്ച് ഞങ്ങളെ പുകച്ച് പുറത്ത് അടിക്കാനുള്ള പ്ലാനുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ ഞങ്ങളൊന്നും ഇതിൽ കയറുന്നില്ല, മഴയായതുകൊണ്ട് കയറുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പിലാണ്. മഴയൊന്നും ഇല്ലെങ്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പെടും. അത്രയും സ്ഥലം തണവുണ്ട്. ആ ചൂടത്തിന് ഇങ്ങോട്ട് വന്നപ്പോഴും തണവൊന്നും മാറുന്നില്ല. അതിൻ്റെ സാധനമാണ് ഇത് കിടക്കണം. ഇത് തുഴയണ സാധനമാണ്. ഇത് വെച്ചിട്ടായിരിക്കും തുഴയണത്. ഇങ്ങനെ തുഴയാൻ വരും. അതവിടെ അപ്പോൾ ഹായ് ഗൈസ്, ഞങ്ങളിത് ഇവിടെ മൂന്നാർ എന്ത് സ്ഥലത്തിന് കുണ്ടല ഡാമിൽ വന്നേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വന്നൊരു സ്പോട്ട് കുണ്ടല ഡാമാണ്. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു വീഡിയോ, അപ്പോൾ പല പല സ്ഥലങ്ങളിൽ പോയി കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ കൂടി ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുണ്ടല ഡാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാളെ കാണാനില്ല. ആൾ വേറെ ഗ്യാങ്ങിൽ പെട്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ കുറച്ച് പേരിൽ ഞങ്ങളും അവിടെ ഒരു കുരങ്ങനിരിക്കുന്നുണ്ട്. അവൻ ഡേഞ്ചറാണോ എന്ന് അറിയത്തില്ല. എന്നെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. മുമ്പ് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ അടുത്തേക്ക് ഭക്ഷണം ഇരുന്നിട്ട് ഒരു കുരങ്ങൻ ചാടി ചെല്ലുന്നുണ്ടായിരുന്നു. നോക്കുന്നുണ്ട് ആശൻ. അങ്ങോട്ട് തിരിഞ്ഞ് ദേ വരുന്നു കുറേ കൂട്ടങ്ങൾ അവിടെ. എൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് പോകുമോ ഗൈസ്. ദേ ആ മരത്തിൽ വലിയൊരു തേന് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വലിയതാണേ, നിറച്ച് തേനീച്ചിരിക്കുന്നുണ്ട്. കണ്ട നിറച്ച് തേനിരിക്കുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വീക്കി കഴിഞ്ഞാൽ പണി പാളും. ഇതാണ് ആ ഡാമിൻ്റെ അവിടുത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ തിരിച്ച് കയറി പോയപ്പോഴാണ്. ആദ്യം പോയപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് കയറിയപ്പോൾ അതെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അതിൽ മറ്റേ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്കോ പോയിൻ്റ്, മാട്ടുപ്പെട്ടി, മൂന്നാർ അങ്ങോട്ട് പോകേണ്ട സ്ഥലങ്ങളുടെയൊക്കെ കൊടുത്തു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഡാമിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നല്ലൊരുണ്ടോ ഗാർഡൻ പോലത്തെ ഏരിയ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വലിയ റെസ്റ്റോറൻറ്റ് റൂംസിൻ്റെ ഒക്കെ തോന്നുന്നുണ്ട്. കാണുമ്പോൾ ഭംഗിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതെ അപ്പം അറിയില്ല, വിശന്നിട്ടൊക്കെയാണ് കേട്ടോ. ആകെ ക്ഷീണമായിട്ടിരിക്കുകയാണ്. വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. പക്ഷെ ഞങ്ങൾ വന്ന വഴിക്ക് മാങ്ങയും പൈനാപ്പിളും അതൊക്കെ സെറ്റായിരുന്നു. അടിപൊളി. അതിൽ ഇഷ്ടപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലയില്ലേ, പീനട്ട്. പലരും കടലയ്ക്ക് വേറെ പറയുന്നുണ്ടല്ലോ. പീനട്ട്സ് ബോയിൽ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ചില്ലിയൊക്കെ ഇട്ടിട്ട്, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല രസമുണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2:30-3 മണി ആയിട്ടുണ്ട്. ശരിക്കും എല്ലാവരും വിശന്ന് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഒരു 8:30 ഒക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും ബസ്സിൽ തുള്ളക്കല്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാവരും വിശന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഞങ്ങൾക്ക് എന്തായിരുന്നു പുലാവും ചിക്കൻ കറിയായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നതും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ വന്നിട്ട് എന്താ ചെയ്തതെന്ന് ഞങ്ങൾ എക്കോ പോയിന്റിലേക്ക് പോണ വഴിക്ക് അവിടെ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ഒക്കെ ചെയ്തു. 1-2 ട്രൈപ്പോൾ ഹരമായി ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തത്. അപ്പോൾ നല്ലൊരു സ്പോട്ടായിരുന്നു എക്കോ പോയിന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ. എക്കോ പോയിന്റ് സൂപ്പറാട്ടോ. ഞാൻ വിചാരിച്ച എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, അത് കുറേ മരങ്ങളാണല്ലോ, അവിടെയൊക്കെ കുറേ മരങ്ങൾ നിൽക്കണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചത് റിട്ടേൺ വരും. നല്ല വൈബായിരുന്നു, നല്ല രസമായിരുന്നു. കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ വിളിയിട്ടിട്ടേ നല്ല രസമുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാർ ഗാർഡൻ ഇല്ലേ, മൂന്നാർ ഗാർഡനിൽ. അപ്പോഴത്തേനും ഒരു 4 മണി 4:30 കഴിഞ്ഞു, 4:30 കഴിഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേനും. അവിടെ നല്ല രസമായിരുന്നു. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നിങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രൻസ് ഞങ്ങൾ കയറിയത് ഗാർഡൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ അതേ കുട്ടികൾക്കുള്ള പാർക്കാണ്. അതിൽ വലിയ ആൾക്കാർ കയറി കഴിഞ്ഞാലും ഈ ലൈറ്റ്സും പൂക്കളൊക്കെ കാണാനൊരു ഭംഗി. പിന്നെ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിലെ കുട്ടികളൊക്കെ കൊടുന്ന് കളിക്കണം. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സൂപ്പറായിട്ടുണ്ട്. നോക്കിയേ നോക്കിയേ, മഴയാണെങ്കിലും പിള്ളേരുകൾ കയറണണ്ട, സെറ്റായിട്ടുണ്ട്, അടിപൊളി. മഴയും തണുപ്പും നല്ല രസമുണ്ട്. മഴയും ഉണ്ട് തണുപ്പും ഉണ്ട്. നല്ല രസമാണ് ഫ്ലവേഴ്സൊക്കെ. മീൻസ് ഇത് നമ്മൾ ഈ ഒടിച്ചു കുത്തി വെക്കുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ്. അതിൻ്റെ കളറ് വെറൈറ്റി കളേഴ്സാണ്. കണ്ടോ, നല്ല രസത്തിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ടോ ആർച്ചൊക്കെ. അതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സെറ്റ് സ്ഥലം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതങ്ങോട്ടൊക്കെ ആ വശത്തൊക്കെ ഉണ്ട്. ഇതങ്ങോട്ട് നോക്കി അവിടെയൊക്കെ കാണാനല്ല, നല്ല അടിപൊളിയായിട്ട്. നോക്കട്ടെ, ഞാൻ അപ്പുറത്തോടെ ഇറങ്ങി ഇപ്പുറത്തോടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമാണ്. ഫ്ലവേഴ്സ് ഇങ്ങനെ നല്ല കളർഫുള്ളിൽ നിൽക്കുന്ന കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ജിറാഫും നിൽക്കുന്നുണ്ട് കേട്ടോ. ജിറാഫ് ഇവിടെ കണ്ടില്ലേ, ഈ ഒടിച്ചു കൊത്തി നിൽക്കുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുതിൽ എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഫ്ലവറാണ്. ഇതിനൊക്കെ ഇത്രയും ഭംഗിയായിട്ടത് ഇപ്പോഴാണ് അറിയണത്. കുഞ്ഞിക്കുട്ടിയാണ് ഇവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കണേ. അടുത്ത ആളൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. നോക്ക്, ഓഹോ